ജോസഫ് വാഴക്കനോട് കാണിച്ച ഈ ദ്രോഹത്തിന് ദൈവം പോലും പൊറുക്കില്ല. ഇങ്ങനെയൊക്കെ കോൺഗ്രസ്സെ ഒരു മനുഷ്യന് മോഹം നൽകി പറ്റിക്കാമോ? കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കുമെന്ന് കരുതി തയ്യാറെടുപ്പുകൾ നടത്തിയ ഒരുപാട് നേതാക്കന്മാരുണ്ട്. അതിലൊരാളാണ് ജോസഫ് വാഴക്കൻ. ജോസഫ് വാഴക്കൻ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ളത് അവരും പ്രതീക്ഷിച്ചിരുന്നു. ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തെ ഈ മുറിക്കുള്ളിൽ തന്നെ കാണുവാൻ കഴിയും. 1.5 ലക്ഷത്തിലധികം പോസ്റ്ററുകൾ മാത്രമാണ് തയ്യാറാക്കിയത്. ഇതുകൂടാതെ 2500 വലിയ ഫ്ലെക്സ് ബോർഡുകളൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നു. ഏറ്റുമാനൂർ മണ്ഡലത്തിലേക്കാണ് ജോസഫ് വാഴക്കന്റെ പേര് പരിഗണിക്കപ്പെടുകയും അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് പിന്നീട് പട്ടികയിലുണ്ടായിരുന്ന രണ്ടാമത്തെ ആൾ നാട്ടകം സുരേഷിന്റെ പേര് വരികയും അങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിൽ സാമ്പത്തികമായിട്ടും ഒരു നേതാവിനെ സംബന്ധിച്ച് വലിയ നഷ്ടമുണ്ടാക്കുന്നതാണ്. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിരുന്നു. ഇതിപ്പം എത്രത്തോളം വലിയൊരു തയ്യാറെടുപ്പാണ് ഇവിടെയൊക്കെ നടത്തിയത്? പാർട്ടി പറഞ്ഞതനുസരിച്ചാണെന്നാണ് വഴക്കൻ പറഞ്ഞിരുന്നത്. അതനുസരിച്ച് പോസ്റ്ററുകൾ, ബാനറുകൾ, കൊടികൾ, അപ്പോൾ അതായത് ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ അന്നേരം തന്നെ കളം നിറയാനുള്ള സംവിധാനങ്ങൾ മുഴുവൻ ചെയ്തിരുന്നു. അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. എത്രത്തോളം പോസ്റ്ററുകളും ബാനറുകളും കൊടികളൊക്കെ ഉണ്ട്? ഏതാണ്ട് 1.5 ലക്ഷത്തോളം പോസ്റ്റർ, പല ഡിസൈനിലുള്ളത്. ഒരു ഡിസൈൻ മാത്രമാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. മറ്റു 2-3 ഡിസൈനുള്ള പോസ്റ്റർ ഇറങ്ങിയിരുന്നു. പിന്നെ ഫ്ലെക്സ് ബോർഡുകൾ, അത് 6x4 ബോർഡ്, 10x4, അങ്ങനെ പല സൈറ്റിലുള്ള ബോർഡുകൾ ഒക്കെ റെഡിയാക്കിയിരുന്നു. കാരണം സമയം കുറവായതുകൊണ്ടും ഇതിനിടയ്ക്ക് ഒരാഴ്ച എന്ന് പറയുന്നത് ആഴ്ച വരുന്നതുകൊണ്ട് ആ ആഴ്ചയിൽ കോട്ടയം പോലുള്ള ജില്ലകളിൽ പ്രചരണം വളരെ ഇതായതുകൊണ്ട് ദിവസത്തിൻ്റെ കുറവ് കൊണ്ടാണ് പാർട്ടിയുടെ ഒരു മൗനാനുവാദം കൊടുത്തിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് വാഴക്കൻ ഞങ്ങളോട് പറഞ്ഞത്. ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. വളരെ നഷ്ടം, വളരെ വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊക്കെ കൊടുത്തു തീർക്കണം. ഇതെല്ലാം അഡ്വാൻസ് കൊടുത്ത് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ബാക്കി പൈസകളെല്ലാം കൊടുക്കണം. 1.5 ലക്ഷം പോസ്റ്ററുകൾ, അതിനു വേണ്ട ബാനറുകൾ, ഇതെല്ലാം സ്വന്തം പൈസയ്ക്ക് അച്ചടിച്ച് മത്സരിക്കാൻ തയ്യാറായി നിന്ന മനുഷ്യനോടാണ് കോൺഗ്രസ് ഏറ്റവും ഒടുവിൽ ക്രിസ്തുവിനോട് യൂദാസ് പോലും കാട്ടാത്ത രീതിയിലുള്ള വഞ്ചന കാട്ടിയത്. ഇതിനോട് എങ്ങനെയാണ് മനുഷ്യനായി പിറന്നൊരു വ്യക്തിക്ക് പൊറുക്കാൻ കഴിയുക? 24 മണിക്കൂറുകൾക്കകം വിസ്മയങ്ങൾ കാട്ടുമെന്ന് അവകാശവാദം ഉന്നയിച്ചവർ ചെയ്ത ഈ നെറുകെട്ട പ്രവർത്തനം ജോസഫ് വാഴക്കനെ പോലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് എങ്ങനെ ഉൾക്കൊള്ളുമെന്നതിനെ സംബന്ധിച്ച് ഇനിയും നിശ്ചയമായിട്ടില്ല. പരസ്യമായി പ്രതികരിക്കാത്തത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മാന്യതയാകും. പക്ഷേ ഒരു മനുഷ്യനെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തോട് കാണിച്ച ഈ തോന്നിവാസം അല്ലെങ്കിൽ വിശ്വാസവഞ്ചന, അതിന് ദൈവം പൊറുക്കുമെന്നെങ്കിലും നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരുപക്ഷെ ആ മനുഷ്യന് ഇത്രയും ചിലവ് വരുത്തി വച്ചതിന് ശേഷവും പ്രചരണം തുടങ്ങിക്കൊള്ളൂ എന്ന് നിർദ്ദേശം കൊടുത്തതിന് ശേഷം ഇങ്ങനെയൊക്കെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുടെ മനുഷ്യത്വത്തെക്കുറിച്ച് പോലും നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. ഒരേ മണ്ഡലത്തിൽ ഒരുപാട് പേർക്ക് മോഹം കൊടുക്കുക, കുറച്ച് പേരെ പറ്റിക്കുക, ഏതെങ്കിലും ഒരു വ്യക്തിയെ ചേർത്ത് പിടിക്കുക, അതിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായി മാറുമ്പോൾ ജോസഫ് വാഴക്കനെ പോലുള്ളവർ വെറും വാഴയാക്കി മാറ്റുന്ന ഈ രാഷ്ട്രീയ നീതികേട്, അതിനോട് കാലം പൊറുക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒപ്പം വിശ്വസിച്ച് നിൽക്കുന്ന മനുഷ്യർക്ക് കൊടുക്കുന്ന ഈ നീതികെട്ട പ്രവർത്തനത്തെ രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ അതിനെ ഒരിക്കലും രാഷ്ട്രീയ കേരളത്തിന് ആ നിലയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ 1.5 ലക്ഷം പോസ്റ്റർ അടിക്കാൻ അയാൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് ചെലവാക്കി ആ കാര്യം ചെയ്യുമ്പോൾ വിറ്റും പണയപ്പെടുത്തിയും ചെയ്ത ഈ പണം അയാളുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടു എന്നതിനപ്പുറം കോൺഗ്രസ്സുകാർക്ക് എന്ത് ഛേദം? പുതിയ കച്ചവടക്കാരെ കിട്ടുമ്പോൾ അവർക്ക് പിന്നാലെ പോകുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ അധപ്പതനമാണ് ജോസഫ് വാഴക്കൻ്റെ ഈ അവസ്ഥ തുറന്നു കാട്ടുന്നത്.